നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ലൊക്കേഷൻ. ബിസിനസ് സക്സസ് ആവണമെങ്കിൽ ആ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടേക്കാണ് ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ എത്തിപ്പെടേണ്ടത്. അവിടെ വോക്കിങ്സ് ഉണ്ടായിരിക്കണം. എപ്പോഴും ആളുകൾ കൃത്യമായിട്ട് നമ്മളുടെ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടുന്ന സ്ഥലങ്ങളായിട്ട് വേണം നമ്മുടെ ലൊക്കേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ബിസിനസ് എന്താണ് സംഭവിക്കുക? ബിസിനസ്സിൽ കസ്റ്റമറുടെ എണ്ണം കുറയുകയും നമ്മുടെ ചെലവുകളൊക്കെ വർദ്ധിച്ചു വരികയും ചെയ്യും. ഇത് ബിസിനസ്സിനെ സാമ്പത്തികമായിട്ട് തകർക്കും. കൂടുതൽ കാലം ബിസിനസ്സിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു ബിസിനസ്സിന്, ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് ഒരു ലൊക്കേഷൻ കണ്ടെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മൾ തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലെ ഫുഡ് മെനു എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ കഴിയുന്ന ആ ഫുഡിലേക്ക് ഹാബിറ്റുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്യണം. അഥവാ നമ്മളൊരു ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണെങ്കിലും മറ്റേത് ബിസിനസ് ആണെങ്കിലും നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് മുമ്പിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു പൊസിഷനിങ് ഉണ്ടല്ലോ, അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത്. ദെൻ നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്തെ പോയിന്റ്, നല്ല വിസിബിലിറ്റി ഉള്ള സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നല്ല കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ നല്ല ഷോപ്പ് ഫ്രണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ, യാത്രക്കാരാണ്, ട്രാഫിക്കിലൊക്കെ വാഹനം, കാറൊക്കെ പോകുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുകയും അവിടെ ആകർഷിക്കപ്പെടുകയും അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയും ചെയ്യാൻ തോന്നുന്ന രൂപത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത പോയിന്റ്, നല്ല ആക്സസിബിലിറ്റി ഉണ്ടാവണം. അവിടേക്ക് പെട്ടെന്ന് കയറി എത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഇടുങ്ങിയ വഴികളിലൂടെ ഒക്കെ കയറി അവിടെ എത്തുന്നത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വേണ്ട, തൊട്ടടുത്ത് നിർത്താൻ പറ്റുന്ന സ്ഥലത്ത് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നമ്മളുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ഹാബിറ്റ്. അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വാഹനം തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടും, ഇല്ലേ? അപ്പോൾ ആക്സസിബിലിറ്റി എന്നുള്ളത് വലിയ ഒരു ഘടകമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ്, കോമ്പറ്റീഷൻ. നിങ്ങൾ ഏത് മാർക്കറ്റിലാണോ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, അവിടെ നിങ്ങളൊരു ലൊക്കേഷൻ കണ്ടെത്തുമ്പോൾ ആ ലൊക്കേഷനിലുള്ള മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ എത്രത്തോളം നമുക്ക് കോമ്പറ്റേറ്റർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന കസ്റ്റമറുടെ എണ്ണം വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോമ്പറ്റേറ്ററുടെ അതേ മെനു ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റർ കൊടുക്കുന്ന അതേ സർവീസ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക, കോമ്പറ്റേറ്റർ കൊടുക്കുന്ന അതേ രൂപത്തിലുള്ള മറ്റുള്ള ഫെസിലിറ്റീസുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു യുണീക്ക്നെസ് ഉണ്ടാവില്ല. അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ ഈ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമായിട്ട് മാറുകയല്ലാതെ യുണീക്ക്നെസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ. അതേപോലെ തന്നെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് അതിന്റെ വാടകയും മറ്റുള്ള ചെലവുകളും. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വാടക എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ട് നിൽക്കും. ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്ത അത്രയും വാടകയായിരിക്കും ആ ബിൽഡിങ്ങിന് അവിടെ റെന്റ് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് കൂടുതൽ കാലം നിലനിർത്താൻ കഴിയില്ല ബിസിനസ്സിനെ അവിടെ. കാരണം അവിടെ കിട്ടുന്ന ഒരു ബിസിനസ്സിന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് ഉണ്ടാവണം. എത്രത്തോളം ബിസിനസ് ഇവിടെ ചെയ്യാൻ കഴിയും, അതിന് എത്രത്തോളം, അതിന്റെ ആവറേജ് നോക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ റെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ റെന്റ് ഒരുപാട് കൂടി വരുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിനെ അവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വർഷം കഴിയുമ്പോൾ, ഓരോ വർഷം കഴിയുമ്പോൾ അതിന്റെ ഇൻക്രിമെന്റ് വരും. ആ ഇൻക്രീസ് ചെയ്യുന്ന റെന്റ് കൂടെ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വലിയ വാടകയിലേക്കൊക്കെ ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ബിൽഡിംഗ് മാറുകയും അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ കഴിയാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റുള്ള ചെലവുകൾ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കോർപ്പറേഷൻ പരിധികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചില ടാക്സുകളൊക്കെ, അഡീഷണൽ ടാക്സുകളോ അല്ലെങ്കിൽ ടാക്സുകളുടെ വർധനവൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ,
ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുന്ന റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരും, നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് പോകും. അപ്പോൾ റെന്റും അതേപോലുള്ള മറ്റ് എക്സ്പെൻസുകളെയും നമ്മൾ ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തിയിരിക്കണം. ദെൻ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഈ റെസ്റ്റോറന്റ് വലിയ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകാൻ, സ്കെയിലബിൾ ചെയ്ത് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന ലൊക്കേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ 50 സീറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആയിരിക്കാം ആരംഭിച്ചത്. പക്ഷെ റെസ്റ്റോറന്റ് നല്ല രൂപത്തിൽ സക്സസ് ആവുന്നു, മുമ്പോട്ട് പോകുന്നു. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും, അവിടെ ആ ഒരു നിലയിൽ തന്നെ നിന്നു പോകും, മുമ്പോട്ട് വളരില്ല. അല്ലെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും, കൂടുതൽ കംപ്ലൈന്റ്സ് വരും, ഇവിടെ വന്നാൽ ഇരിക്കാനൊന്നും സൗകര്യമില്ല, അവിടെ എപ്പോഴും തിരക്ക്, അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ പോയപ്പോൾ ഫുഡ് കിട്ടില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കസ്റ്റമർ മാറും. അപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമറുടെ എണ്ണം കുറവ് വരുന്നതിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറും. അപ്പൊ സ്കെയിലബിൾ ചെയ്ത് പോകാൻ കഴിയുന്ന, സ്കെയിൽ ചെയ്ത് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഈ എടുക്കുന്ന ലൊക്കേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില സ്ഥലങ്ങളിലുള്ള ലീഗൽ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങുന്നതിന് തൊട്ടടുത്ത് ചില ഫാക്ടറികൾ, അതേപോലെ ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മീറ്റ് ഷോപ്പുകൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ലൈസൻസിങ്ങിന് വലിയ പ്രശ്നങ്ങൾ നേരിടും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ലൊക്കേഷനുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ദെൻ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ഏറ്റവും കൂടുതൽ വോക്കിങ്സ് വരുന്ന സ്ഥലങ്ങളാണോ, ട്രാഫിക് ഉള്ള സ്ഥലങ്ങളാണോ ഈ ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. യാത്രക്കാർ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണോ ഈ ലൊക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രാത്രിയും പകലും ഒക്കെ നമ്മൾ ഈ ലൊക്കേഷൻ നിരന്തരം ഒരു 1 വീക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം ഈ ലൊക്കേഷൻ വിസിറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണ്, നമ്മൾ ഒരു ദിവസം നമ്മൾ അവിടെ പോകും, അവിടെ നല്ല വോക്കിങ്സ് കാണുന്നു, നല്ല ട്രാഫിക് കാണുന്നു. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ആ ട്രാഫിക് അവിടെ ചില ലൊക്കേഷനുകളിൽ. നമ്മൾ അവിടെ ലൊക്കേഷൻ എടുക്കും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ ആഴ്ചയിലെ 2 ദിവസത്തെ ബിസിനസ് മാത്രമാണ് നടക്കുക. പല റെസ്റ്റോറൻറ്റുകളും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. ശനിയും ഞായറും മാത്രം ബിസിനസ് നടക്കും, വേറുള്ള ദിവസങ്ങളിൽ അവിടെ ആ ശനിയും ഞായറും നടക്കുന്നതിന്റെ 20% അല്ല 30% ബിസിനസ് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ലൊക്കേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് നമുക്ക് സക്സസ് ആയിട്ട് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒരു റെസ്റ്റോറൻറ്റിന് ബെസ്റ്റ് ലൊക്കേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.